എൻ്റെ എഴുത്തുകളും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുകയും പൗരോഹിത്യത്തിനകത്ത് ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുകയൊക്കെ ചെയ്ത നിങ്ങൾ എന്തിനാണ് ഹൈന്ദവ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോയത് എന്നുള്ളത്. പക്ഷേ ഞാൻ അനുഷ്ഠാനങ്ങളിലേക്കോ മറ്റുള്ള പദ്ധതികളിലേക്കോ ഒന്നും ഇറങ്ങിപ്പോയതല്ല, മറിച്ച് ക്രിസ്തു ദർശനത്തിനകത്ത് അല്ലെങ്കിൽ ക്രിസ്തു ബോധത്തിനകത്ത് ഉണ്ടാകുന്നൊരു സത്യമുണ്ട്. പലപ്പോഴും ഈ സത്യം മറയപ്പെട്ടിരിക്കുക. പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധം, ആ തീവ്രമായ ഇൻറ്റിമസി ബന്ധം, പിതാവും പുത്രനും തമ്മിലുള്ള ആ ലയനം, ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള ആ സത്യം, ഇതേ കാര്യം തന്നെയാണ് വേദങ്ങളിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ പറയുന്ന അതിൻ്റെ പൊരുൾ. സോ ഈ അകക്കാമ്പിലുള്ള ആ സത്യത്തെ മനസ്സിലാക്കിയപ്പോൾ ഇതൊന്നാണ് എന്ന് മറ്റുള്ളവരോട് പറയാനും, മതത്തിൻ്റെ വേർതിരിവുകളില്ലാതെ ഹൈന്ദവ മതം പറയുന്ന ആത്മീയ സത്യവും ക്രൈസ്തവ മതം പറയുന്ന ആത്മീയ സത്യവും ഒന്നാണെന്നും, മതമല്ല ഇനി വേണ്ടത്, ഈ സത്യത്തെ ഉൾക്കൊള്ളുകയും അനുഭവിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയുമാണ് വേണ്ടതെന്നുമുള്ള തിരിച്ചറിവ് വന്നപ്പോഴാണ് ഭാരത ആത്മീക ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തു ദർശനത്തെ, ആ ക്രൈസ്തവ ബോധത്തെ അല്ലെങ്കിൽ ക്രിസ്തു ബോധത്തെ ഞാൻ ഉദ്ഘോഷിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് മതത്തിൻ്റെ കലർപ്പല്ല ഉള്ളത്, അല്ലെങ്കിൽ മതവിശ്വാസമല്ല ഉള്ളത്, കോർ സ്പിരിച്വാലിറ്റിയുടെ ആസ്വാദനവും പ്രചരണവുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്രിസ്തുബോധവും ഭാരതത്തിലെ കോറായുള്ള സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള സിമിലാരിറ്റീസ്, അത് തുടർമാനമായിട്ട് ചെയ്യുന്ന വീഡിയോസിനകത്തുകൂടെ നിങ്ങൾക്ക് ആ ഒരു ബന്ധം എന്താണ്, ആ ഐക്യത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇനി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും.